ഇന്ന് അവതരിപ്പിച്ച യൂണിയൻ ബഡ്ജറ്റിൽ ഏറെ കയ്യടി നേടിക്കൊടുത്ത ഒരു വിഷയമായിരുന്നു 12 ലക്ഷം രൂപ വരെ നിങ്ങളുടെ ഇൻകം ഉയർന്നാലും നിങ്ങൾ ടാക്സ് ഒന്നും അടയ്ക്കേണ്ട എന്നുള്ളത്. എന്നാൽ ഇതിനെ തുടർന്ന് വന്ന പുതുക്കിയ ടാക്സ് നിരക്കുകൾ കണ്ടപ്പോൾ വീണ്ടും പലർക്കും സംശയം, ഇതിലെന്താ 4 തൊട്ട് 8 ലക്ഷം രൂപ വരെ 5% ടാക്സും 8 തൊട്ട് 12 ലക്ഷം രൂപ വരെ 10% ടാക്സും കാണിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ ടാക്സ് ഇല്ല എന്ന് പറയുന്നത്? ഇതിന് ഉത്തരം ആക്ച്വലി നിങ്ങൾക്ക് അവിടെ ഒരു ടാക്സ് ലയബിലിറ്റി ഉണ്ട്, പക്ഷേ ആ ടാക്സ് നിങ്ങൾ അടയ്ക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണ സഹിതം ഇതിനൊന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കാം. നമ്മളെല്ലാവരും ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നവരാണ്. ഈ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കൂപ്പൺസ് അല്ലെങ്കിൽ വൗച്ചേഴ്സ് ഒക്കെ കിട്ടും. ഇത് റിഡീം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ലാസ്റ്റ് ബിൽ പേയ്മെന്റ് സമയത്ത് നമുക്കൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടും അല്ലെങ്കിൽ കുറച്ച് കിട്ടും. ഇതുപോലെ തന്നെ ഇൻകം ടാക്സ് ആക്ടിൽ ഒരു സെക്ഷൻ 87A റിബേറ്റ് എന്ന് പറഞ്ഞ ആനുകൂല്യമുണ്ട്. ആനുകൂല്യം ഇപ്രകാരമാണ്: നിങ്ങളുടെ ഇൻകം 12 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ സ്ലാബ് റേറ്റിൽ ടാക്സ് വന്നാലും അത് ഞങ്ങൾ അങ്ങോട്ട് വേവ് ഓഫ് ചെയ്ത് തരാം. അതായത് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട എന്നുള്ളതാണ്. 12 ലക്ഷത്തിന് മുകളിലേക്ക് ഇൻകം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആനുകൂല്യം കിട്ടില്ല. ഇനി സാലറീഡ് ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ച് 12,75,000 ആയാലും പ്രശ്നമില്ല എന്ന് പറയുന്നതിന് കാരണം 75,000 രൂപ അവർക്കൊരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. ഈ 75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇൻകം എന്ന് പറയുന്നത് ഈ 12 ലക്ഷം എന്ന റിബേറ്റിന്റെ ലിമിറ്റിലേക്ക് വരും. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ടാക്സ് വരില്ല എന്നുള്ളതാണ്.